ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മ പുതുക്കി മയ്യഴിയിലെ ഫ്രഞ്ച് പൗരന്മാർ ഫ്രഞ്ച് ദേശീയ ദിനം വിപുലമായി ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ ഫ്രഞ്ച് പൗരന്മാർ മാഹി ബസിലിക്കയിലെ ജോൺ ഓഫ് ആർക്ക് പ്രതിമയ്ക്ക് മുൻപിൽ പൊക്ക സമർപ്പിച്ചു. തുടർന്ന് മെഴുകുതിരി തെളിച്ചുകൊണ്ട് ചടങ്ങുകൾ തുടങ്ങിയത്. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് വേണ്ടി മൗന പ്രാർത്ഥനയും നടത്തി. മാഹി ബസിലിക്ക റെക്ടർ സെബാസ്റ്റ്യൻ കാരക്കാട്ടിൽ അനുസ്മരണ സന്ദേശം നൽകി. തുടർന്ന് ഫ്രഞ്ച് പൗരന്മാരുടെ കാര്യാലയമായ യൂണിയോം ദ ഫ്രാൻസേ ദിമായയിൽ ഒത്തുചേർന്ന ഫ്രഞ്ച് പൗരന്മാർ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ദേശീയ പതാകകൾ ഒരേ കൊടിമരത്തിൽ ഉയർത്തി. ഫ്രഞ്ച് പൗരന്മാരുടെ സംഘടന മുൻ പ്രസിഡന്റ് വട്ടക്കാരി ഉഷകുമാരി ഫ്രഞ്ച് വിപ്ലവ സ്മാരകമായ മരിയൻ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് പ്രാർത്ഥനയും നടത്തി. ഫ്രഞ്ച് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച പനങ്ങാടൻ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് പൗരന്മാർ ഫ്രഞ്ച് പതാകയുമായി മാർച്ച് നടത്തിയാണ് ടാഗോർ പാർക്കിലെത്തിയത്. ബ്രവേ പാസായി ഫ്രാൻസിൽ നിന്നെത്തിയ ആരവ് വട്ടക്കാരിയെയും മാഹി ഫ്രഞ്ച് വിദ്യാലയത്തിൽ നിന്നും ഫ്രഞ്ച് ബ്രവേ പാസായ വിദ്യാർത്ഥികളെയും കേഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിച്ചു. അഡ്വക്കേറ്റ് അശോക് കുമാർ മുഖ്യാതിഥിയായി. പൊയ്ത്തായ കമല, റോസമ്മ നവേ, കുമ്മായ പ്രമീള, കക്കാട്ടാജിത, പ്രജിത്ത് വള്ളത്താന, പ്രമീള വള്ളത്താന, സരോഷ് കണ്ടോത്ത്, വൈശാഖ് കണ്ടോത്ത്, രമേശ് മധുമർക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ സമത്വം, ഈക്വൽ, നമ്മുടെ ഇവിടെയുള്ള പോലെ ജാതി മതത്തിന്റെ പേരിൽ ആളുകളെ കാണാതിരിക്കണം, അങ്ങനെയുള്ള പ്രോഗ്രസീവായ പല മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരു ആവേശപരമായ ഒരു സമരങ്ങളും സ്വാതന്ത്ര്യ സമരങ്ങളും കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഫ്രഞ്ചുകാർ മാഹിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ 1721 മാർച്ച് മാസമാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. 1721 ഏപ്രിൽ 2-ാം തീയതി എഴുതിയ കരാർ പ്രകാരമാണ് ആദ്യമായിട്ട് ഇവിടെ മാഹിയിൽ ഇവർ ഒരു വ്യാപാര സ്ഥാപനം സ്ഥാപിക്കുന്നത്. അന്ന് വാഴുന്നവരുമായിട്ടുള്ള കരാറിൽ 5-6 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇവിടെ പാണ്ഡികശാല കെട്ടുവാനുള്ളതും അതുപോലെ ഇവിടെ കുരുമുളക് സംഭരിക്കാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ രസകരമായ കാര്യം, അന്നുള്ള കരാർ പ്രകാരം ഫ്രഞ്ചുകാർ ഇവിടെ ബ്രാഹ്മിൺസിനെ ഉപദ്രവിക്കാൻ പാടില്ല, അതുപോലെ പശുവിനെ അറക്കാൻ പാടില്ല. അന്നുള്ള ആ കരാറിലെ വ്യവസ്ഥകളിൽ 2-3 അതിനുശേഷം 1725 ഡിസംബർ 3-ാം തീയതി എഴുതിയ കരാർ പ്രകാരമാണ് ഇവിടെ ഒരു ഫ്രഞ്ച് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. അത് 1954 ജൂലൈ 14 വരെ ഇവിടെ നിലനിന്നിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ട ജീവിതങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫ്രഞ്ചുകാരുടെ ഭരണത്തിൽ ആ ഫ്രഞ്ച് സ്വാതന്ത്ര്യത്തിൻ്റെ മുദ്രാവാക്യം പോലെ തന്നെ നമ്മൾ പ്രത്യേകം കണ്ടിരിക്കുന്നൊരു കാര്യം, ആ ലാസ്റ്റിലുള്ള വാദമാണ് എഗാലിത്തെ, ലിബർത്തെ, ഫ്രത്തേനിറ്റി. ആ സാമൂഹ്യമായുള്ള വ്യത്യാസങ്ങൾ ഫ്രഞ്ചുകാരുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ഇടയിൽ ജാതികളും മതങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഫ്രഞ്ചുകാർക്ക് നമ്മളെല്ലാവരും ഒരുപോലെയാണ് അവർ കണ്ടിരുന്നത്.